What is up, guys? You are already watching Cinema is Life. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മൂവി റിവ്യൂ ഒന്നുമല്ല. We're going to discuss about the Oscars 2025, the 97th Academy Awards. എന്ത് വേണമെങ്കിലും വിളിച്ചോ, എനിക്ക് പ്രശ്നമില്ല. ഇന്ന് രാവിലെ നടന്ന് ഓസ്കർ അവാർഡ്സ്. സോ ലെറ്റ്സ് ഡിസ്കസ് ദ വിന്നേഴ്സ് ആൻഡ് ദ നോമിനേഷൻസ്. വേറെ എന്താണ് ചെയ്യാനുള്ള, ഇത് തന്നെ ചെയ്യാം അല്ലേ? കണ്ടൻറ്റിന് പിന്നെ നമുക്ക് കുറവില്ല. സോ സ്റ്റാർട്ടിങ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഓവറോൾ ഓസ്കർസിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ, എനിക്ക് പേഴ്സണലി ഈ ഓസ്കറിന് നോമിനേറ്റ് ആകുന്ന പടവും ഈ ഓസ്കറൊക്കെ ജയിക്കുന്ന പടം എല്ലാം ഈ ബോറിങ് പടങ്ങളാണ്. പക്ഷേ ഓക്കെ, സൊഫിസ്റ്റിക്കേറ്റഡ് ടേസ്റ്റ് ഒക്കെയാണ് അക്കാഡമി അവാർഡ്സ് നടക്കുന്ന ആൾക്കാരുടെ ഒക്കെ. സോ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഓസ്കേഴ്സ് കിട്ടണമെങ്കിൽ ഒരു ചീറ്റ് കോഡ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറിൻ്റെ ഒരു സ്റ്റോറി അങ്ങ് ഉണ്ടാക്കും, ഒരു ബയോപിക് അങ്ങ് ഉണ്ടാക്കും, ഒരു നല്ല ഫേമസ് ആളിൻ്റെ ഒരു ബയോപിക് നല്ല ഗ്രാൻഡ് സ്കെയിലിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഓസ്കർ അവാർഡ് വേണമെങ്കിൽ കിട്ടും. സെക്കൻഡ് ചീറ്റ് കോഡാണ് ഒരു നല്ല ഹിസ്റ്റോറിക്കൽ, ഒരു എന്താ പറയുന്നത്, ഒരു പണ്ട് കാലത്തെ വല്ല സംഭവം, വല്ല റോമൻസിൻ്റെ സംഭവമോ അല്ലെ വല്ല പ്രീ ഹിസ്റ്റോറിക് സംഭവമോ അല്ലെ വല്ല വാറിൻ്റെ സംഭവമോ, നമ്മുടെ വേൾഡ് വാറിൻ്റെ സംഭവമോ, അപ്പോൾ ഹിസ്റ്ററിയിൽ മേജർ ഇവൻറ്റ്സ് ഒക്കെ നടന്ന ആ സംഭവങ്ങളൊക്കെ എടുത്ത് വല്ല ഗ്രാൻഡ് ഫിലിം ഉണ്ടാക്കുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓസ്കർ കിട്ടാവുന്നതാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ ചീറ്റ് കോഡ്. സോ ജനറലി ഈ ഓസ്കറിനൊക്കെ നോമിനേറ്റും ചെയ്യിക്കുന്ന പടങ്ങളെല്ലാം ഭയങ്കര ഈ ബോറിങ്ങും നല്ല ലെന്തുള്ള 3-4 മണിക്കൂറുള്ള പടങ്ങളും, ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് ഒബ്വിയസ്ലി, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 80% പടങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് ചെറുപ്പം പോലെ ഈ അവാർഡ് സെറമണി ഒരു സെറമണിയാണ്. പക്ഷെങ്കിൽ ഓക്കെ, ടീക്കെ, ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ അവാർഡാണ് ഫോർ എ ഫിലിം മേക്കർ, ഫിലിം ആക്ടേഴ്സ് ആൻഡ് എവ്രി വൺ ഇൻവോൾവ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി, ഓസ്കേഴ്സ്. സോ ലെറ്റ്സ് സീ. ഈ വർഷം ദർ ആർ സർട്ടൻ മൂവീസ്, എവറി ഇയർ ഇത് സംഭവിക്കുന്നതാണ്. ദർ ആർ സർട്ടൻ മൂവീസ് വിച്ച് ടേക്ക് ദ ലൈം ലൈറ്റ്. ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറീസിലും അവർ നോമിനേറ്റ് ആവും. ഈ വർഷം ഇങ്ങനത്തെ മൂവീസ് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ, ദ ബ്രൂട്ടലിസ്റ്റ്, ഫിർ അനോറ, പിന്നെ ദ സബ്സ്റ്റൻസ്, പിന്നെ വിക്കഡ്, എമിലിയ പെരേസ്. ഈ 4-5 ഫിലിംസാണ് ഉള്ള എല്ലാ കാറ്റഗറീസിലും ഡോമിനേറ്റ് ചെയ്തത്. എമിലിയ പെരേസ് എന്ന് പറഞ്ഞ ഒരു മെക്സിക്കൻ ഫിലിമിനാണ് ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം നോമിനേഷൻസ് കിട്ടിയത്. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ പറയാം വൈൽ വി ഡിസ്കസ് ദ കാറ്റഗറീസ് ആൻഡ് ദി അവാർഡ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ബെസ്റ്റ് പിക്ചർ ഓസ്കർ ഈ വർഷം കിട്ടിയത് അനോറ എന്ന് പറഞ്ഞൊരു മൂവിക്കാണ്. ഈ മൂവി എന്തോ അതിൻ്റെ ബേസിക് പ്ലോട്ട് ലൈൻ എന്ന് വെച്ചാൽ, ഒരു സെക്സ് വർക്കറുണ്ട്. ഈ പെണ്ണും ഒരു റഷ്യൻ ചെക്കനും ഇഷ്ടപ്പെടുന്നു, അവർ കല്യാണം കഴിക്കുന്നു. ഒരു റഷ്യൻ ചെക്കൻ എന്ന് വെച്ചാൽ ഭയങ്കര റിച്ച് ഫാമിലിയുടെ ഒരു ചെക്കനാണ്. ഇവർ നല്ല എളുപ്പത്തിലൊക്കെയാണ് കാണുന്ന, ഇഷ്ടപ്പെടുന്നു, കല്യാണം കഴിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ചെക്കൻ്റെ വീട്ടുകാർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അവർ കയറി വന്ന് ഈ കല്യാണമൊക്കെ എങ്ങനെ പൊട്ടിക്കണം, തീർക്കണമെന്ന് ഓർത്ത്. അതൊക്കെയാണ് ഈ മൂവി അനോറ എന്ന് പറയുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ, എനിക്ക് ആക്ച്വലി ഞാൻ വിചാരിച്ചില്ല അനോറ ജയിക്കുമെന്ന്. ഞാൻ ഓർത്ത് കോൺക്ലേവ്, റാൽഫ് ഫിയൻസ്, നമ്മുടെ ലോർഡ് വോൾഡെമോർട്ട് പ്ലേ ചെയ്ത റാൽഫ് ഫിയൻസിൻ്റെ മൂവിയാണ് കോൺക്ലേവ്. എനിക്ക് തോന്നുന്നു ഈ മൂവി ആയിരുന്നു ജയിക്കാൻ പോകുന്നതെന്ന്. പോപ്പിൻ്റെ ഇലക്ഷൻ്റെ ബേസ്ഡ് സ്റ്റോറി ആയിരുന്നു. പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മൂവിയാണ്. ഒരു വെറൈറ്റി സ്റ്റോറിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പോപ്പിൻ്റെ ഇലക്ഷനൊക്കെ നടക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന്. പക്ഷെങ്കിൽ ആക്ച്വൽ സിസ്റ്റീൻ ചാപ്പലിനകത്ത് ലോക്ക്ഡ് കാർഡിനൽസിൻ്റെ ഇലക്ഷൻ ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു മൂവി കിട്ടിയത്. എന്തോ അകത്ത് സംഭവിക്കുന്നത്, എങ്ങനെ ഇലക്ഷൻ നടക്കുന്നു, എങ്ങനെ അവർ സെലക്ട് ചെയ്യുന്ന പോപ്പ്, ഇതാദ്യമായിട്ടാണ് നമുക്ക് കാണാൻ കിട്ടിയത്. സോ ഇറ്റ് വാസ് എ വെരി എക്സൈറ്റിംഗ് വാച്ച് ഫോർ മീ, കോൺക്ലേവ്. പിന്നെ എനിക്ക് തോന്നിയത് ദ സബ്സ്റ്റൻസ്, ഇതിന് നല്ല ചാൻസ് ഉണ്ടായിരുന്നു ജയിക്കാൻ. ഒരു ബോഡി ഹോറർ റിലേറ്റഡ് സബ്ജക്റ്റാണ്. ഇതുവരെ കാണാത്ത ഒരു പുതിയ കോൺസെപ്റ്റായിരുന്നു ബോഡി ഹോറർ റിലേറ്റഡ്. അത് കാണുമ്പോൾ നല്ല അദ്ഭുത ഒരു പടവുമാണ്. പക്ഷെങ്കിൽ അത് കാണാൻ ഭയങ്കര ഡിഫിക്കൽട്ടുമാണ്. പക്ഷെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി തോട്ട് നമ്മുടെ മനസ്സിൽ കൂടെ ഓടും, എന്താ ഇതെങ്ങനാ. പിന്നെ അത് കാരണം നമ്മൾ കുറച്ച് വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദറ്റ് ഫിലിം, ഇൻഫ്ലുവൻസ്ഡ് ഇൻ എ പോസിറ്റീവ് വേ. സോ ഐ തോട്ട് കോൺക്ലേവ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ജയിക്കുമെന്ന്. പക്ഷെങ്കിൽ അനോറയാണ് ജയിച്ചത്. ഓക്കെ, ബെസ്റ്റ് ഡയറക്ടർ കിട്ടിയേക്കുന്ന ഷോൺ ബേക്കർ ഫോർ ദ ഫിലിം അനോറയാണ്. ഇതിൻ്റെ അകത്ത് ഓക്കെ, there were other directors also. Brady Corbet, who directed The Brutalist. From a director's point of view, ഒരു വിഷൻ പുട്ട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി I felt Brady Corbet was more deserving. But okay, ठीक है. Sean Baker from Anora. Best actor, Adrian Brody for The Brutalist. Adrian Brodyയുടെ സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ ഓസ്കർ ആണ്. ദ ബ്രൂട്ടലിസ്റ്റിൻ്റെ അകത്ത് പുള്ളി പുട്രേ ചെയ്തേക്കുന്ന റോൾ ഒരു ആർക്കിടെക്റ്റിൻ്റെ റോളാണ്. ഒരു ജൂ ആർക്കിടെക്റ്റ്. വേൾഡ് വാർ 2യുടെ സമയത്ത് പുള്ളി മൈഗ്രേറ്റ് ചെയ്ത് US പോകുന്നു. അവിടെ പുള്ളി ഒരു മാനുവൽ ലേബറായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ എങ്ങനെയോ ഒരാൾ പുള്ളിയെ ഹയർ ചെയ്യുന്ന ഒരു ഗ്രാൻഡ് വിഷനറി പ്രോജക്റ്റ് ഉണ്ടാക്കാൻ. സോ ആ പുള്ളിയുടെ ജേർണി ഇൻ ദ ഫോം എ ജേർണി ഓഫ് എൻ ആർട്ടിസ്റ്റ്, ജേർണി ഓഫ് എ മൈഗ്രൻറ്റ്,
ഇതൊക്കെ ഒരുമിച്ച് കാണിച്ച ഒരു ഗ്രാൻഡ് എന്തുവാ വേൾഡ് വാർ ടൈംസിൽ സെറ്റ്, ഇൻഡസ്ട്രിയലൈസേഷൻ എറ സെറ്റ്, അമേരിക്കയിൽ സെറ്റ് ചെയ്ത ഒരു മൂവിയാണ്. അപ്പോൾ എനിക്ക് മൂവി ഓക്കെ, ആവറേജ് ആയിട്ട് തോന്നി. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ഫിലിം. ബട്ട് എന്തുവാ ഏഡ്രിയൻ ബ്രോഡിയുടെ ആക്ടിങ്, ദാറ്റ് വാസ് വെരി നൈസ്. പുള്ളിക്ക് ഇതിൻ്റെ മുമ്പേ കിട്ടിയ ഓസ്കറും വാസ് when he played the role of a pianist, a Jew pianist in the movie called The Pianist. അതും വേൾഡ് വാർ 2 എറ സെറ്റ് ഫിലിമാണ്. അതിൻ്റെ അകത്തും പുള്ളി ജൂ ആണ്, പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്, പിയാനിസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് പുള്ളി ഒരു ആർക്കിടെക്റ്റാണ്. സിമിലർ കൈൻഡ് ഓഫ് മൂവീസാണ്. 2 മൂവിക്കും പുള്ളിക്ക് ഓസ്കർ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ആക്ട്രസ് മിക്കി മാഡിസൺ ഫ്രം അനോറ. മിക്കി മാഡിസൺ ആണ് അനോറയിൽ ഞാൻ ആദ്യം പ്ലോട്ട് ലൈൻ പറഞ്ഞപ്പം അതിൻ്റെ അകത്ത് സെക്സ് വർക്കറായിട്ട് പ്ലേ ചെയ്ത മിക്കി മാഡിസൺ ആണ്. മിക്കി മാഡിസൺ ഈസ് വെരി ക്യൂട്ട്. I mean, in terms of other nominations, ഞാൻ ആക്ച്വലി ഓർത്ത് ഡെമി മോർ ഈ അവാർഡ് ജയിക്കുമെന്ന് ഫോർ ദ സബ്സ്റ്റൻസ്. കാരണം അതിൻ്റെ അകത്ത് പുള്ളിക്കാരത്തി കാണിച്ചു വെച്ചേക്കുന്ന ആക്ടിങ് ഒരു വളരെ കോംപ്ലെക്സ് ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സ്റ്റോറിയാണ്, കാണാൻ ഒത്തിരി ഡിഫിക്കൽട്ടായ ഒരു സ്റ്റോറിയാണ്. ആ ഡിഫിക്കൽട്ട് ആക്ടിങ്ങും ആ കോംപ്ലെക്സ് ക്യാരക്ടറും എല്ലാം പൊർട്രേ ചെയ്യാൻ ഷീ ഹാസ് ഡൺ എ ഫാബുലസ് ജോബ്. ഞാൻ ഓർത്ത് ഡെമി മോർ ജയിക്കുമെന്ന്, പക്ഷേ മിക്കി മാഡിസൺ ജയിച്ചു പോയി. ഓക്കെ, നോ പ്രോബ്ലം. നെക്സ്റ്റ് കാറ്റഗറി ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ. ഇപ്രാവശ്യം ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ കിട്ടിയേക്കുന്ന കിയറൻ കൾക്കിൻ ഫോർ ദ മൂവി എ റിയൽ പെയിൻ. കിയറൻ കൾക്കിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് പുള്ളി നമ്മുടെ മക്കോളി കൾക്കിൻ എന്ന് പറഞ്ഞ ആക്ടറില്ലേ, ഹോം അലോണിൻ്റെ അകത്ത് ചെറിയ ചെക്കൻ, പുള്ളിയുടെ ബ്രദറാണ് കിയറൻ കൾക്കിൻ. കിയറൻ കൾക്കിൻ ഇതിൻ്റെ മുമ്പേ ഞാൻ കണ്ടത് സക്സഷൻ എന്ന് പറഞ്ഞ വെബ് സീരീസിലാണ്. നിങ്ങൾ ഈ വെബ് സീരീസോ TV സീരീസോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി കാണണം. സക്സഷൻ, ദി ബെസ്റ്റ് ടെലിവിഷൻ സീരീസ് എവർ മെയ്ഡ്, പീരിയഡ്. ഇതിനെക്കുറിച്ച് വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഡെഫിനറ്റ്ലി ക്യാച്ച് ഇറ്റ്. ഇറ്റ്സ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ ഇഫ് ഐ എം നോട്ട് റോങ്. സോ ഈ വിന്നിന് വേണ്ടി കിയറൻ കൾക്കിൻ, if you look at the other nominations, I thought Jeremy Strong, who was nominated for The Apprentice ഡൊണാൾഡ് ട്രംപിൻ്റെ ബയോപിക് ആണ്. അതിൻ്റെ അകത്ത് ജെറമി സ്ട്രോങ് പ്ലേസ് ദ റോൾ ഓഫ് ഡൊണാൾഡ് ട്രംപ്സ് മെൻറ്റോർ. ഞാൻ ഓർത്ത് ജെറമി സ്ട്രോങ് ജയിക്കുമെന്ന്, പക്ഷേങ്കിൽ കിയറൻ കൾക്കിൻ ജയിച്ചു. ഓക്കെ, he also did a good job in A Real Pain. പക്ഷേ ജെറമി സ്ട്രോങ് was a very good contender for the award. ദി അപ്രൻറ്റിസ് എന്ന് പറഞ്ഞ മൂവിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്ത സെബാസ്റ്റ്യൻ സ്റ്റാൻ, നമ്മുടെ മാർവലിലെ വിൻ്റർ സോൾജർ സെബാസ്റ്റ്യൻ സ്റ്റാൻ ആണ് ഡൊണാൾഡ് ട്രംപിൻ്റെ റോൾ പ്ലേ ചെയ്തത്. ഹി വാസ് നോമിനേറ്റഡ് ഫോർ ബെസ്റ്റ് ആക്ടർ. പുള്ളിക്കാരൻ ജയിച്ചില്ല ഒബ്വിയസ്ലി, ബട്ട് ഹീ ഡിഡ് എ ഫാന്റാബുലസ് ജോബ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ക്യാരക്ടറും ആ ലുക്കും അതെല്ലാം പുള്ളി എമുലേറ്റ് ചെയ്ത് തകർത്തിരിക്കുകയാണ്. സോ യു ഷുഡ് വാച്ച് ദി അപ്രൻറ്റിസ് ഫോർ ബോത്ത് ഓഫ് ദീസ് പെർഫോമൻസസ്. നെക്സ്റ്റ് കാറ്റഗറി ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്. സോയി സാൽഡാനയാണ് ഈ അവാർഡ് ജയിച്ചേക്കുന്നത് ഫോർ എമിലിയ പെരേസ്. മെക്സിക്കൻ മൂവിയാണ്. സോയി സാൽഡാന അറിയാമല്ലോ, ഈ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിക്കകത്ത് ഗ്രീൻ കളറിലെ ആ സ്ത്രീ, പേര് മറന്നുപോയി ഞാൻ. പിന്നെ അവറ്റാറിൻ്റെ അകത്തുകൊണ്ട് മെയിൻ ക്യാരക്ടറിൻ്റെ വൈഫായിട്ട് പുള്ളിക്കാരത്തിയാണ് ഈ അവാർഡ് ജയിച്ചേക്കുന്നത് ഫോർ എമിലിയ പെരേസ്. എമിലിയ പെരേസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആക്ച്വലി പ്രീ അവാർഡ് ബസ് അല്ലെങ്കിൽ പ്രീ അവാർഡ് ഓൾ ഓഫ് ദിസ് എല്ലാ ഡിസ്കഷൻസും എല്ലാ മീഡിയ റിലീസസിൻ്റെ അകത്ത് ഈ മൂവി ആയിരുന്നു ടൗട്ടഡ് ആസ് സ്വീപ്പ് ചെയ്യാൻ പറ്റുന്ന മൂവി. everyone predicted this movie to sweep all the awards, actress, film and everything. പക്ഷെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായി. ഇതിൻ്റെ അകത്ത് ലീഡ് ആക്ട്രസ് പുള്ളിക്കാരത്തിയുടെ പഴയ ട്വീറ്റ്സ് ഒക്കെ ആൾക്കാർ പിന്നെയും ലൈം ലൈറ്റിൽ കൊണ്ടുവന്ന. അതിനകത്ത് പുള്ളിക്കാരത്തി എന്തോ റിലിജനെ കുറിച്ചൊക്കെ എന്തോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലവർ ഈ മൂവിക്കകത്ത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ റിപ്രസെൻറ്റേഷൻ പോരാ, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് കോൺട്രവേഴ്സി ഉണ്ടാക്കിയായിരുന്നു. സോ ഈ മൂവി ഇറ്റ് വെൻറ്റ് ത്രൂ എ ലോഡ് ഓഫ് കോൺട്രവേഴ്സീസ് ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് വൈ ഇറ്റ് ലോസ്റ്റ് ഔട്ട് ഓൺ എ ലോഡ് ഓഫ് അവാർഡ്സ്. പക്ഷെങ്കിൽ സോയി സാൽഡാന വൺ ദി അവാർഡ് ഫോർ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ഫോർ ദ ഫിലിം എമിലിയ പെരേസ്. ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേയുടെ 2 അവാർഡ് ഉണ്ട് ഗൈസ്. ഒറിജിനൽ സ്ക്രീൻ പ്ലേ വിച്ച് ഇസ് ലൈക്ക് എ ഫ്രഷ് സ്ക്രിപ്റ്റ്. ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ വിച്ച് ഇസ് ലൈക്ക് സംതിങ് വിച്ച് ഇസ് അഡാപ്റ്റഡ് ഫ്രം എൻ എക്സിസ്റ്റിംഗ് വർക്ക്, ഒരു ബുക്ക് അല്ലെങ്കിൽ പ്ലേ ഫോർ എക്സാമ്പിൾ. ഇതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് ഒരു മൂവി ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ. ബെസ്റ്റ് പിക്ചറും ബെസ്റ്റ് സ്ക്രീൻ പ്ലേയുടെ ഈ 2 അവാർഡ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ് ടു ബി ഓണസ്റ്റ്. ബട്ട് ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ ഈ വർഷം ജയിച്ചേക്കുന്നതും അനോറയാണ്, വിച്ച് വൺ ദ ബെസ്റ്റ് പിക്ചർ ഓൾസോ. ഒറിജിനൽ സ്ക്രീൻ പ്ലേയുടെ വേറെ നമ്മൾ നോമിനേഷൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ സെപ്റ്റംബർ 5 എന്ന് പറഞ്ഞൊരു മൂവി നോമിനേറ്റ് ആയിട്ടുണ്ട്. ദാറ്റ് വാസ് സച്ച് എൻ അമേസിങ് ഫിലിം. മ്യൂണിക്കിൽ നടന്ന ഒളിമ്പിക്സിൽ ഇസ്രായേലി ആത്ലീറ്റ്സിനെ കിഡ്നാപ്പ് ചെയ്തില്ലേ ടെററിസ്റ്റ് വന്ന്, പണ്ട് നടന്ന സംഭവമാണ്, റിയൽ സംഭവമാണ്. ആ സംഭവത്തിൻ്റെ റീടെല്ലിംഗ് ത്രൂ ദി ഐസ് ഓഫ് ദ ന്യൂസ് ചാനൽ.
ആ ഇവൻറ്റിനെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന ന്യൂസ് ഏജൻസിയുടെ ഐസ് ത്രൂ ആണ് നമ്മൾ കാണുന്നത്. TV സ്ക്രീൻസിലും അവരുടെ കോൺവെർസേഷൻസും കമ്മ്യൂണിക്കേഷൻസ് ത്രൂ ആണ് നമ്മൾ ഈ ഫുൾ ഇവൻറ്റ് കാണുന്നത്. ഇവൻറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെക്കുറിച്ച് ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, സ്റ്റീവൻ സ്പിയൽബർഗിൻ്റെ മ്യൂണിക്, 2005 2006 അങ്ങാണ്ട് ഇറങ്ങിയ മൂവിയാണ്. പക്ഷെങ്കിൽ ഇതൊരു ഡിഫറെൻറ്റ് വ്യൂ പോയിൻ്റ് കൂടെയാണ് നമ്മൾ ഈ മൂവി കാണുന്നത്. സോ ഫോർ മീ ഐ ഫെൽറ്റ്, ഐ മീൻ September 5 അല്ലെങ്കിൽ ദ സബ്സ്റ്റൻസ്, ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മൂവീസിനായിരുന്നു ഫോർ മീ പേഴ്സണലി ഇച്ചിരിയും കൂടെ ഈ അവാർഡ് കിട്ടണമെന്ന് ഡിസേർവിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഓക്കെ, അനോര ജയിച്ചു. ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ ഈ മൂവി ജയിച്ചേക്കുന്ന കോൺക്ലേവ് ആണ്. ബെസ്റ്റ് പിക്ചർ കിട്ടിയില്ല, അത് എനിക്ക് സങ്കടമായിരുന്നു. പക്ഷെങ്കിൽ ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ കിട്ടി ആൻഡ് 100% ഡിസേർവിംഗ്. പോപ്പിൻ്റെ ഇലക്ഷനെ കുറിച്ചാണ്. ദിസ് ഇസ് അഡാപ്റ്റഡ് ഫ്രം എ ബുക്ക് ഓഫ് ദ സെയിം നെയിം, കോൺക്ലേവ്. You can read that book also if you are into reading books. പക്ഷേങ്കിൽ മൂവി ഡെഫിനറ്റ്ലി നിങ്ങൾ കാണണം. പിന്നെ നെക്സ്റ്റ് കാറ്റഗറി ബെസ്റ്റ് ആനിമേഷൻ ഫീച്ചർ. ഈ കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയേക്കുന്ന മൂവിയുടെ പേരാണ് ഫ്ലോ. ലാറ്റ്വിയൻ മൂവിയാണ്, സൈലൻറ്റ് മൂവിയാണ്. ഇതിൻ്റെ അകത്ത് ഡയലോഗ്സ് ഒന്നുമില്ല. ഒരു ആനിമൽസ് റിലേറ്റഡ് മൂവിയാണ്. ഒരു ക്യാറ്റിൻ്റെ ജേർണിയാണ് ത്രൂ എ ഫോറസ്റ്റ്, ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലും. പക്ഷേ ആ ക്യാറ്റിനെയാണ് ഫുൾ ചെറിയൊരു മൂവിയാണ്, വെരി ക്യൂട്ട് ഫിലിമാണ്. ഈ ആനിമേഷൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ആനിമേഷനാണ്. ഒരു കോമിക് ബുക്ക് സ്റ്റൈൽ ആനിമേഷനാണ്, പക്ഷേങ്കിൽ വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി ജനറലി സീ ഇൻ ടേംസ് ഓഫ് ആനിമേഷൻ. ബട്ട് ദി മൂവ്മെൻറ്റ്സ് ഓഫ് ദി ആനിമൽസ് അതെല്ലാം വളരെ വളരെ റിയൽ ആയിട്ടാണ് ഇവർ കാണിച്ചേക്കുന്നത്. സോ ഫോർ മീ, ഞാൻ ഫ്ലോ കണ്ടിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. യു ഓൾസോ ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്, ഫ്ലോ. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ. ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ ഇപ്രാവശ്യം ജയിച്ചേക്കുന്നത് വിക്കഡ് എന്ന് പറഞ്ഞ മൂവിയാണ്. ഒരു ഫാൻറ്റസി അഡ്വെഞ്ചർ മ്യൂസിക്കൽ സോർട്ട് ഓഫ് മൂവിയാണ്. ഇതിൻ്റെ അകത്ത് അരിയാന ഗ്രാൻഡെ ഒക്കെ ഉണ്ട്. ഇഫ് യു ഗൈസ് ആർ അരിയാന ഗ്രാൻഡെ ഫാൻസ് ദെൻ യു ക്യാൻ വാച്ച് വിക്കഡ്. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഇഫ് യു ഗൈസ് ആർ സെലീന ഗോമേസ് ഫാൻസ് യു ക്യാൻ വാച്ച് എമിലിയ പെരേസ്, പുള്ളിക്കാരത്തി അതിൻ്റെ അകത്തുണ്ട്. സോ ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ ഈ കാറ്റഗറിയുടെ നോമിനേഷൻസ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡ്യൂൺ പാർട്ട് 2 ഒക്കെ നോമിനേറ്റഡ് ആണ്, നോസ്ഫെറാട്ടു ഒക്കെ നോമിനേറ്റഡ് ആണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ എനിക്ക് തോന്നിയിരിക്കുന്നത് വിക്കറ്റിനെക്കാട്ടിലും ഫാർ സുപ്പീരിയർ ആണ്, ഫാർ അമേസിംഗ് ആണ്. പക്ഷേ ഇവരൊന്നും ജയിച്ചില്ല, വിക്കറ്റ് ജയിച്ച്, ഗോഡ് നോസ് ബൈ. ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ കാറ്റഗറി ഓൾസോ വൺ ബൈ വിക്കറ്റ്. ഇതിൻ്റെ അകത്തും നോസ്ഫെറാട്ടു ഉണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ നോസ്ഫെറാട്ടു ഡിഡ്ന്റ് വിൻ എനി ഓസ്കർ ദിസ് ഇയർ. ഐ എം റിയലി സാഡ് അബൌട്ട് ഇറ്റ്. പുള്ളി ആ ഗോത്തിക് എറ ഹോറർ, അതിൻ്റെ അകത്ത് കോസ്റ്റ്യൂമും ആ സെറ്റ് ഡിസൈനിങ്ങും പ്രൊഡക്ഷൻ ഡിസൈനിങ്ങും അതൊക്കെ വേറെ ലെവലായിരുന്നു ഗൈസ്. ഐ മീൻ ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഡിഡ്ന്റ് വിൻ. യാ, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി കാറ്റഗറി വിച്ച് ഐ റിയലി ലുക്ക് ഫോർവേഡ് ടു. പക്ഷേ ഇതിൻ്റെ അകത്ത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ് ഗൈസ് ഇപ്രാവശ്യം ജയിച്ചത്. ഐ മീൻ ബ്രൂട്ടലിസ്റ്റിൻ്റെ അകത്ത് നല്ല സിനിമാറ്റോഗ്രാഫി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഡ്യൂൺ പാർട്ട് 2 തിയേറ്ററിൽ പോയി കണ്ട് കിളി പോയ പടമാണ്. പീക്ക് ലെവലാണ് അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും എല്ലാം. പക്ഷെങ്കിൽ ഐ മീൻ ഇറ്റ് ലോസ് ടു ദ ബ്രൂട്ടലിസ്റ്റ്. ठीक है, ഓക്കെ, ബ്രൂട്ടലിസ്റ്റ് എഡിറ്റിംഗ്, ഐ മീൻ സിനിമാറ്റോഗ്രാഫി വാസ് ഓൾസോ ഫൈൻ. അത് നല്ല സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. നെക്സ്റ്റ് കാറ്റഗറിയാണ് ബെസ്റ്റ് എഡിറ്റിംഗ്. ബെസ്റ്റ് എഡിറ്റിംഗും ജയിച്ചത് അനോരയാണ്. ഇങ്ങനെ അനോരയാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഓസ്കർ അവാർഡ്സ് ജയിച്ചത്. 5 ഓസ്കർ ടോട്ടൽ കിട്ടി, എൻഡിങ് വിത്ത് ബെസ്റ്റ് എഡിറ്റിംഗ്. മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ്, ബെസ്റ്റ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് ഇത് ജയിച്ചത് ദ സബ്സ്റ്റൻസ് ആണ് ആൻഡ് 100% ഡിസേർവിംഗ് വിന്നേഴ്സ്. ഈ മൂവിക്കകത്ത് ബോഡി ഹോററും അതൊക്കെ കാണിച്ചേക്കുന്ന ആ മേക്കപ്പും ഹെയർ സ്റ്റൈലും എന്ന് വെച്ചാൽ കോസ്റ്റ് ഇതെല്ലാം ആണ്. പക്ഷേ എങ്കിൽ അത് വേറെ ലെവലാണ്. ഈ മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. സോ ഐ മീൻ 100% ഡിസേർവിംഗ് വിന്നേഴ്സ് ആണ് ദ സബ്സ്റ്റൻസ്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ബെസ്റ്റ് സൗണ്ട്. അത് കഴിഞ്ഞൊരു കാറ്റഗറി ഉണ്ട് ബെസ്റ്റ് വിഷ്വൽ ഇഫക്ട്സ്. ഈ 2 കാറ്റഗറി ബെസ്റ്റ് സൗണ്ട് ആൻഡ് ബെസ്റ്റ് വിഷ്വൽ ഇഫക്ട്സിലും അവാർഡ് ജയിച്ചത് ഡ്യൂൺ പാർട്ട് 2 ആണ്. ആൻഡ് അഗെയിൻ 100% ഡിസേർവിംഗ് വിന്നേഴ്സ് ആണ്. ഐ മീൻ അമേസിംഗ് സൗണ്ട് ഇഫക്ട്സ്, അമേസിംഗ് വിഷ്വൽ ഇഫക്ട്സ്, വേറെ ലെവലാണ്. ആ ഇന്റർഗാലക്റ്റിക് ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ് അതൊക്കെ കാണുമ്പോൾ, എസ്പെഷ്യലി ഐമാക്സ് സ്ക്രീനിലൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഇത് പറയാനാ, വേറെ ലെവലാണ്. ബെസ്റ്റ് ഒറിജിനൽ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സംതിങ് വിച്ച് ഐ റിയലി ലുക്ക് ഫോർവേഡ് ടു ഡ്യൂറിങ് മൂവീസ്. ഈ അവാർഡ് ഇപ്രാവശ്യം ഓസ്കർ അവാർഡ് ജയിച്ചത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. ഓക്കെ, ഐ മീൻ ഐ എം ഓക്കെ വിത്ത് ദിസ്. ദ ബ്രൂട്ടലിസ്റ്റിൻ്റെ അകത്ത് ചില പീസസ് ഉണ്ട്, അമേസിംഗ് ആണ്. Especially, I told you, it's about an architect. The story is about an architect. Architectural pieces ഒക്കെ ഇങ്ങനെ മിസ്റ്റീരിയസ്ലി റിവീൽ ആകുമ്പം, പ്ലേ ഓഫ് ലൈറ്റ്, പ്ലേ ഓഫ് ഷേപ്സ്, ഇതൊക്കെ ആ മ്യൂസിക്കിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ചെയ്ത് വരുമ്പോഴും നല്ല ഗ്രാൻഡ് മ്യൂസിക്കാണ്, നല്ല അടിപൊളി ഒരു സിംഗിൾ പീസാണ് അതിൻ്റെ അകത്ത്. പക്ഷേ അത് സൂപ്പർബാണ്. വേറെ എൻ്റെ കാറ്റഗറി ഓക്കെ, ഐ എം ഫൈൻ വിത്ത് ദ വിൻ. ഓക്കെ, ദ ബ്രൂട്ടലിസ്റ്റ്, ഐ എക്സ്പെക്റ്റഡ് ഇറ്റ് ടു വിൻ. ദെൻ ബെസ്റ്റ് ഒറിജിനൽ സോങ് എൽ മൽ ഫ്രം എമിലിയ പെരേസ്, ഇതാണ് ജയിച്ചത്. ഈ കാറ്റഗറിയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. RRRലെ നാറ്റു ഈ കാറ്റഗറിയിൽ ലാസ്റ്റ് ഇയർ വന്ന് ജയിച്ചപ്പം തന്നെ ഈ കാറ്റഗറിയിൽ നിന്ന് ഞാൻ ഐ എം ഡൺ വിത്ത് ദിസ് കാറ്റഗറി. ഐ ഡോണ്ട് വോണ്ട് ടു കമൻറ്റ് ഓൺ ദിസ്. ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ
ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് നോമിനേറ്റ് ആകേണ്ട കാറ്റഗറിയാണ്, പക്ഷേ എങ്കിൽ ആ പടം നോമിനേറ്റ് ആയില്ല. ഐ മീൻ നൗ സിൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, എനിക്ക് ആ പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഐ മീൻ ആ പടത്തിൻ്റെ അകത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന സാധനം നമ്മൾ എന്നും എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമാണ്. ബോംബെയുടെ ആ ക്രാംഡ് ലൈഫ് സ്റ്റൈലും ഒരു എന്താ പറയുന്നത്, ഒരു 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 സെക്കൻഡ് ലെവൽ അർബൻ ലൈഫ് സ്റ്റൈലും ഇതൊക്കെ നമ്മൾ റെഗുലർലി എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമല്ലേ. ഇങ്ങനത്തെ കുറേ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല സ്റ്റോറിയുള്ള പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു തീം യൂസ് ചെയ്ത്. പക്ഷേങ്കിൽ ഈ പടത്തിൻ്റെ അകത്തൊരു സ്റ്റോറി ഇല്ലായിരുന്നു, ഒരു കുന്തവും ഇല്ലായിരുന്നു. എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ആ പടം കണ്ട് ആരാണ് എംപവറായ? ഞാൻ എംപവർ ആയിട്ടില്ല. എനിക്കറിയത്തില്ല നിങ്ങൾ എംപവർ ആയോ ഇല്ലയോ, നിങ്ങൾക്ക് ആ മൂവി കണ്ട് എന്താണ് ഫീൽ ചെയ്തത് നിങ്ങൾ. ഇഫ് യു ഫെൽറ്റ് ഗുഡ് അബൌട്ട് ഇറ്റ് ദെൻ ടെൽ മീ വാട്ട്സ് ഗുഡ് അബൌട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഐ എം റെഡി ടു ലിസൺ ടു യു ഓൾ. ബട്ട് ഫോർ മീ ദറ്റ് ഫിലിം വാസ് എ ബിഗ് പാസ്. But I think for Western people who are living in far more better lifestyles than us, better quality of life കിട്ടുന്ന ആൾക്കാർക്ക് this movie might be something which opens their eyes to reality in Asian countries. അവരിതൊക്കെ കാണുമ്പോൾ ഓ മൈ ഗോഡ് ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവർക്കിത് പോവർട്ടി പോണാണ്, പക്ഷെ നമുക്കിത് എന്നും കാണുന്ന സാധനമാണ്. സോ ഐ മീൻ ഇറ്റ് മൈറ്റ് ബി സ്പെഷ്യൽ ഫോർ ദം, ബട്ട് ഫോർ മീ ഇറ്റ് വാസ് നത്തിങ് സ്പെഷ്യൽ. സോ ഐ വാസ് ഇൻ സർപ്രൈസ് ദറ്റ് ദിസ് വാസ് നോമിനേറ്റഡ്. ഐ മീൻ ഇത് എന്തുവാ പാംഡി ഓർ കെയ്ൻസിലൊക്കെ ജയിച്ചപ്പോൾ ഓക്കെ ठीक है, मतलब അത്രയൊന്നും ഇല്ലായിരുന്നു ഇതിൻ്റെ അത് അതൊക്കെ ജയിക്കാൻ, ബട്ട് ഓക്കെ ठीक है. സോ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഇപ്രാവശ്യം ജയിച്ച മൂവിയാണ് ഐ എം സ്റ്റിൽ ഹിയർ ഫ്രം ബ്രസീൽ. ഇതിൻ്റെ അകത്ത് വേറെ കുറേ മൂവീസ് ഉണ്ട് വിച്ച് ഐ വാസ് റിയലി തിങ്കിങ് ദേ വുഡ് വിൻ. ഫോർ എക്സാമ്പിൾ ദ സീഡ് ഓഫ് ദ സേക്രഡ് ഫിഗ്, ജർമ്മനി പ്രൊഡക്ഷൻ ചെയ്ത ഒരു മൂവിയാണ്. പക്ഷേങ്കിൽ ഈ മൂവി ഈസ് അബൌട്ട് ഫ്യൂ വുമൻ ഇൻ ഇറാൻ. ഇവരുടെ സ്റ്റോറിയാണ്. ഇറ്റ്സ് റിയലി നൈസ് ഫിലിം. ഇഫ് യു ഹാവൻ വാച്ച് ദാറ്റ് ഫിലിം യു ഷുഡ്. ദ ഗേൾ വിത്ത് ദ നീഡിൽ, ഇതും ഒരു വേൾഡ് വാർ 2 സെറ്റ്, നാസീസിൻ്റെ ജൂസിൻ്റെ സ്റ്റോറി, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് സ്റ്റോറി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്. ഇതും നല്ല അടിപൊളി മൂവിയാണ്. സോ ഐ ഡിഡ്ന്റ് തിങ്ക് ഐ എം സ്റ്റിൽ ഹിയർ വുഡ് ഹാവ് വൺ, ബട്ട് ഓക്കെ ഇറ്റ്സ് വൺ. പിന്നെ കുറേ നോർമൽ കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. ഡോക്യുമെൻ്ററി ഫീച്ചറും ആനിമേറ്റഡ് ഷോർട്ടും, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ലൈവ് ആക്ഷൻ ഷോർട്ട്, ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം, ഇതിൻ്റെ അകത്തൊരു ഇന്ത്യൻ മൂവി ഷോർട്ട് ഫിലിം നോമിനേറ്റ് ആയിരുന്നു, അനുജ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം. ഇത് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. യു ക്യാൻ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ്സ് എ ഗുഡ് ഷോർട്ട് ഫിലിം. 20 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് ഫിലിമാണ്. പക്ഷേ ഈ കാറ്റഗറിയിൽ അതിന് ജയിക്കാൻ പറ്റിയില്ല. ദി അവാർഡ് വാസ് വൺ ബൈ ഐ എം നോട്ട് എ റോബോട്ട്. So yeah, I mean, these were the Oscar winners and nominations of this year. Basic discussion ഒക്കെ നമ്മൾ ചെയ്ത്. You guys tell me what you felt about this year's winners, this year's nominations. You think വേറെ ഏതോ പടം ജയിക്കണമായിരുന്നോ അതോ വേറെ മൂവീസ് നോമിനേറ്റ് ആകണമായിരുന്നോ? Whatever your thoughts are, just put it in the comment box. Let's discuss. That's it from my side. See you in the next video. Bye.